കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്ന തിരിച്ചറിവിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിശ്വാസം വീണ്ടെടുക്കാൻ പുതിയ തന്ത്രവുമായിട്ട് CPIM എത്തുകയാണ്. പിണറായി വിജയനെതിരെ ഉയരുന്ന ശക്തമായ ജനരോക്ഷം തണുപ്പിക്കാനായിട്ട് KK ശൈലജയെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാനാണ് പാർട്ടിയുടെ ആലോചന. എന്നാൽ ഇത് ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള കേവലം ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്ന വിമർശനം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ശക്തമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ കനത്ത തിരിച്ചടി പാർട്ടിയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങൾ UDFിന് പിന്നിൽ ഉറച്ചു നിന്നതും സാധാരണക്കാരായ ഹിന്ദു വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം സർക്കാരിനെതിരെ കൈവിട്ടതും CPIMനെ ഞെട്ടിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ പ്രതിച്ഛായ കൊണ്ട് മാത്രം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപകടകരമാണെന്ന് പാർട്ടി ഭയപ്പെടുന്നു. ഇതിനെ മറുമരുന്നായിട്ടാണ് KK ശൈലജയെ മുന്നിൽ നിർത്തുന്നത്. KK ശൈലജ എന്ന പരിരക്ഷ എപ്പോഴും CPIMന് ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ വിശകലനം ആരോഗ്യ മന്ത്രി എന്ന നിലയിൽ കോവിഡ് കാലത്ത് നേടിയെടുത്ത സ്വീകാര്യത വോട്ടാക്കി മാറ്റുവാനാണ് CPIMന്റെ ലക്ഷ്യം. എന്നാൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നീട് ടീച്ചർ എന്ന പ്രതിച്ഛായയ്ക്ക് പിന്നിൽ PP കിറ്റ് അഴിമതി, കോവിഡ് കാലത്തെ അമിത പർച്ചേസുകളുമായി ബന്ധപ്പെട്ട ലോകായുക്ത കേസുകളും നിലനിൽക്കുന്നതിനാൽ ശൈലജ എത്രത്തോളം വർക്കാവും എന്നതും നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കേണ്ടതാണ്. KK ശൈലജ എന്ന വ്യക്തി പ്രഭാവത്തിന് ഇളക്കം തട്ടിയതിന്റെ തെളിവുകളാണ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അവർ പരാജയപ്പെട്ടത്. ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ കനൽ പോലെ കിടക്കുന്ന ശബരിമല വിഷയത്തിൽ KK ശൈലജയുടെ നിലപാടുകൾ വിശ്വാസികൾക്കിടയിൽ സ്വീകാര്യമല്ല എന്നും വലിയ വെല്ലുവിളിയാണ്. ജനങ്ങളെ പറ്റിക്കാനുള്ള നീക്കമാണോ ഉള്ളത് എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പണ്ട് VS അച്യുതാനന്ദനെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് പിടിച്ച ശേഷം പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്ത ഒരു പഴയ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന ചോദ്യം ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരാളെ പ്രൊജക്ട് ചെയ്യുകയും വിജയിച്ചാൽ പിണറായി വിജയൻ തന്നെ അധികാരം തുടരുകയും ചെയ്യുന്ന രീതിയാണ് CPIM പയറ്റുന്നത് എന്ന് വിമർശകർ പറയുന്നുണ്ട്. അധികാരം വിട്ടുകൊടുക്കേണ്ട പിണറായി വിജയൻ തയ്യാറാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല KK ശൈലജയ്ക്ക് നേരെ പാലത്തായ് കേസിൽ കോടതിയുടെ വിമർശനം എത്തിയത് മുൻനിർത്തി CPIM പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ എന്ന് വിളിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതി ആരോപണങ്ങളും മറയ്ക്കാൻ ഒരു മാലാഖ പരിവേഷം നൽകി KK ശൈലജ അവതരിപ്പിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. 3 മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിവേകപൂർവ്വം തീരുമാനമെടുത്തില്ല എങ്കിൽ കേരളം ഇനിയും ദുരിതത്തിലാകുമെന്ന മുന്നറിയിപ്പോടെയാണ് കേരള രാഷ്ട്രീയം ഈ നീക്കങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്.